ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് വുമൻസ് ഡേ ആണ്. എല്ലാ വനിതകൾക്കും എൻ്റെ ഹാപ്പി വുമൻസ് ഡേ ഞാൻ നേടുകയാണ്. ഞാൻ പൊതുവെ വുമൻസ് ഡേ, മെൻസ് ഡേ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല, എന്നാലും അതിനെ വളരെ നോക്കിക്കാണുന്ന ഒരാളാണ്. ഒരു ദിവസം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരുപാട് എൻ്റെ ആൺ സുഹൃത്തുക്കൾ എനിക്ക് എല്ലാ വർഷവും വുമൻസ് ഡേ നേരാറുണ്ട്. അത് കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അവർ ഒരു ഡേ നമ്മളെ റിമെമ്പർ ചെയ്യുന്നു എന്നറിയുമ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ലൈഫ് ഉണ്ടല്ലേ. എന്നാൽ ആ ഒരു ഫുൾ ജേർണി നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അടുത്തുള്ളവർക്ക് ഒരവസരം കൊടുക്കുന്ന ഒരു ഡേ പോലെയാണ് എനിക്ക് തോന്നാറ്. എനിവേ, വുമൻസ് ഡേ ആയിട്ട് ഞാൻ ഒരു പറ്റം വുമൻസിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഐ എം വെരി ഹാപ്പി ടു ബി ദെയർ. ഞാൻ അതിന് റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി, വുമൻസ് ഡേ ആണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള സെൽഫ് ടൈം കുറച്ചെടുത്തു. അത് മാത്രമല്ല, എനിക്ക് നല്ല പനിയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഭയങ്കര ജലദോഷവും പനിയൊക്കെ. പിന്നെ എന്നെ ആട്ടാമ്പുഴ വന്നു, ആട്ടാമ്പുഴ നിറക്കി. രാവിലെ ഇന്നത്തെ ദിവസം എനിക്ക് അത്ര നല്ലതല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ, നമ്മൾ ബി പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ പോസിറ്റീവായി പോകാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവരെല്ലാം കാണണം, സംസാരിക്കണം, വുമൻസ് ഡേ വിഷ് ചെയ്യണം, തിരിച്ചു വരണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ജോളിയായിട്ടിരിക്കുക. നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ഗ്ലിംസസും കൂടെ കാണാം. ഇതൊരു വുമൻസ് അപ്രിസിയേഷൻ വീഡിയോ ആയിട്ട് കാണുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾ, നിങ്ങളുടെ അമ്മമാരാവട്ടെ, പെങ്ങന്മാരാവട്ടെ, ലവേഴ്സ് ആയിക്കട്ടെ, ഗേൾ ഫ്രണ്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇന്നൊന്ന് വിഷ് ചെയ്യുക. അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നിങ്ങൾ അവരെ ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ അവർ ചെയ്തൊരു ചെറിയ കാര്യമാണെങ്കിലും പറഞ്ഞ് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുമ്പോഴത്തേക്കും, അപ്പം ഡെഫിനറ്റ്ലി ഒന്ന് ചെറിയൊരു ഗെസ്റ്ററാണ്, ഒരു കാശ് ചെലവും ഇല്ല. അപ്പം ഒന്ന് വിഷ് ചെയ്യുക, ദാറ്റ് വിൽ മേക്ക് ദെയർ ഡേ. ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് VLCCയിലാണ്. VLCC എനിക്കിപ്പോൾ കുഞ്ഞിലെ തൊട്ട് അറിയാവുന്നതാണ്. VLCCയിൽ ആണ് നമ്മൾ ടോക്കൺ വന്നിരിക്കുന്നത്. നമ്മൾ റീച്ചായി. ഓക്കെ, ഇനി എനിക്ക് സംസാരിക്കാൻ നിങ്ങളോട് പറ്റില്ല. I just bought him to take my vlog. Okay. Today is Women's Day, so I thought evening I will upload a vlog especially for this. Okay. പറയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും യോഗ്യ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹർപ്രീത് മാം ആയിരിക്കും. She's an amazing personality. I met her. We did one shoot interactions, shoots we did together. So through that I got to know. Then I got to know she has done a lot of struggle in her life. She's not reached the position she is right now just like that. So she has done hard work, she was consistent, she did not get scared of failure. So that I would like her to explain a little bit better. So like if you are consistent doing things, so success is not far. Might be slow, it might take time, but you can, if you are consistent, you can get there what you dream of. Don't be scared. That's all I want to, like, that much I know about her. So I want Shruti to say, like in her words, in Malayalam, if possible, please. Yeah. Thank you. Thank you. ഇനിയിപ്പോൾ ഇവർക്ക് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ ഞങ്ങൾക്കൊക്കെ അറിയാട്ടോ.
ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വുമൻസ് ഡേക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹർപ്രീതിനെ എനിക്ക് തോന്നുന്നു 2 years ആയിട്ട് വി നോ ഈച്ച് അതർ. ഞാൻ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. അപ്പൊ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇന്ന് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പറ്റുമോന്ന്, നടക്കില്ല എന്ന് പറഞ്ഞത് പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 പ്രാവശ്യം വിളിച്ചപ്പോ ആയിക്കോട്ടെ ഓക്കെ ഐ വിൽ കം ആൻഡ് മീറ്റ്. ഈ പറയുന്നത് പോലെ ഒരു വലിയ ഫെയിലിയറിൽ നിന്നാണ് ഇവിടം വരെ എത്തി നിങ്ങളോട് സംസാരിക്കാൻ എന്നെ അത്രയും വിളിച്ച് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചക്കപ്പഴം എന്ന് പറയുന്ന സിക്കോം കോമഡിയാണ് കൈകാര്യം ചെയ്യുന്നത്. കോമഡി ആണോ എന്റെ ലൈഫ് എന്ന് ചോദിച്ചാൽ ലൈഫ് ഒരു കോമഡിയാണ്, പക്ഷെ ലൈഫിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പൊതുവെ. പിന്നെ അല്ലാതെ ഒരു 5 മൂവീസ് ചെയ്തിട്ടുണ്ട്. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ MA ജേർണലിസം ആണ്, ഡിപ്ലോമ ഇൻ അറോമ തെറാപ്പി ആൻഡ് പെർഫ്യൂമോളജി ആണ്. അല്ലാതെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് എന്റർപ്രണർ ആണ്. ഇപ്പം ഞാൻ സ്വന്തമായി ഒരു കമ്പനി ഓൺ ചെയ്യുന്നത്, ദ പെർഫ്യൂം പ്രോജക്റ്റ് എന്ന് പറഞ്ഞ്. അവിടെ പെർഫ്യൂം ക്യൂറേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഇത് എല്ലാവരും വിചാരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഔട്ട് ഓഫ് പബ്ലിക്, ഇതിപ്പോ ഞാൻ ഈ പറയുന്ന പോലെ പെൺപിള്ളേർക്ക് വേണ്ടി മാത്രം പറഞ്ഞല്ലോ കേട്ടോ. ഇതിനകത്തൊരു പുരുഷ കേസരിയിലെ ഞാൻ കാണുന്ന നടക്കിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് ജനറൽ ആയിട്ടും ഇപ്പം നമ്മള് ഈവൻ ദോ ഇറ്റ്സ് വുമൻസ് ഡേ, നമുക്ക് പെൺകുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ പറയുന്ന പോലെ സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ട്. ഒരു പൊടി കൂടുതൽ ഞങ്ങൾക്ക് തന്നെ, പക്ഷെ അതൊരു ലേണിംഗ് ആണ്. നമുക്ക് ഫെയിലിയേഴ്സ് വേണം എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നമുക്ക് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചായിരുന്നു ഈ നെഗറ്റീവ് കമന്റ്സിനോട് എങ്ങനെയാണ് ഇതാകുന്നതെന്നുള്ളത്. എന്തൊക്കെ താഴെ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് കണ്ടാലുള്ളത് എന്ന് തോന്നുന്നു. പക്ഷെ അത് നമുക്കൊന്നും അല്ലാതെ തോന്നും. അത് നമ്മളുടെ ലൈഫ് തന്നിരിക്കുന്ന ഫെയിലിയേഴ്സ് കൊണ്ടാണ്. സോ ഗൈസ്, കണ്ട പോലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. കുറേ പെൺകുട്ടികളെ കാണാൻ പറ്റി. എന്താ അവരോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് നല്ല പനി കൂടി വരുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഇപ്പോൾ വീണു പോകും എന്നുള്ള രീതിയിൽ നല്ല പനിയാണ്. സോ ഇത് കാരണം ഞാൻ ഇനി പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. ഹാപ്പി വുമൻസ് ഡേ.